ആകപ്പാടെ ഇന്നൊരു ദുർദിനമായിരുന്നു. പല അത്യാഹിതങ്ങളും സംഭവിച്ചു. അപ്പൊ ഞാൻ നാസർക്കാനോട് എന്താ നാസർക്കാങ്ങൾ ഓലൊക്കെ വിളിക്കായിരുന്നു. ഇജ്ജ് തുടക്കം മുതൽ അവസാനം വരെ എന്റെ ഒപ്പം ഉണ്ടല്ലോ. അപ്പൊ ഇനി ഒക്കെപ്പാടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അന്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. കേൾക്കാൻ നല്ല രസമുണ്ട്. നിങ്ങളൊന്നും വിശ്വസിക്കരുത്. ഇത് ഇവനും ആ പ്രേംശങ്കറും തമ്മിലുള്ള ഒത്തുകളിയാണ്. ഞാനൊരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ എനിക്കൊരു നാണോ ഇല്ല. എന്ത് ചെയ്യാം, വഞ്ചന എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് പോയ അനിയാ. ഒരു നിശ്ചിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടല്ല നീ പണിക്ക് ഇറങ്ങുന്നത് അല്ലേ? പണം ഇന്ന് വരെ നാളെ പോവും, പക്ഷെ നമുക്ക് വലുത് പണമാണ്. എന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി സ്ഥാന പണി നന്നായിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ വെച്ചാല് നമ്മളിപ്പോ എന്താ വെച്ചാൽ ഇവിടെ വന്ന് നിൽക്കാനോ ഒന്നും നമ്മള് പോകില്ല. അല്ല, നിങ്ങളാരെ? ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ഒരാളാ. കാരണം വെച്ചാല് നമുക്കിപ്പോ നാട്ടില് വീടും കാര്യങ്ങളും ഉണ്ട്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ നാട്ടിലാണ്. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വെറും മനുഷ്യത്വം. അപ്പൊ നമുക്ക് അതുകൊണ്ടെന്ന് വെച്ചാല് വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യമോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല. അതൊരു മാന്യനാണല്ലോ. അതെ. പിന്നിപ്പോ നമുക്ക് നിങ്ങളെ സഹായിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്തൊരു പരിപാടിയാണ്. നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കത് തോന്നി. എന്റെ പ്രവർത്തനത്തെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ മദർ തെരേസ ചെയ്യുന്നത് പോലെ പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഷാഫി എവിടെ അല്ല കുഞ്ഞാനെ? ആരോ പറയുന്നത് മാനന്തവാടിന്ന്. ഈ ഷാഫി എവിടെ അല്ല? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ഈ ഷാഫി സുൽത്താൻ ബത്തേരിന്ന് 10 കിലോമീറ്റർ പോലെ ചെതലേന്ന് പറഞ്ഞ ഒരു മഹലുണ്ട്, അവിടെ അല്ലോനാ. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഈ നാസർ എവിടുന്ന കല്യാണം കഴിച്ചേ? ചെതലത്തുനിന്ന്. നാസറിന്റെ മകനാടല്ലേ ചെതലേത്ത്. ഈ ഷാഫി നാസറിന്റെ മകന്റെ ആരാ? ചെങ്ങായി. എല്ലാരും കൂടെ ഒത്തുകളിയാണ്. അത് ശരി. പഹന്മാര് നമ്മളിട്ട് കറക്കിയതിന്റെ കല്ലിപ്പോഴല്ലേ മനസ്സിലാകുന്നത്. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്. അല്ലടാ ദ്രോഹി. കുഞ്ഞാനെ, ഇതൊരു സിനിമ നടനായിട്ടൊന്നല്ല എന്നെ ആൾക്കാർ അംഗീകരിച്ചേ. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഇത് എനിക്ക് ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബറും ഒക്കെ ആയപ്പോഴും അന്നെ ജനങ്ങൾ കൂടെ നിർത്തി. എന്തിന്? ഇങ്ങനത്തെ ചെറ്റത്തരം ചെയ്യാൻ വേണ്ടിട്ട്. ജന്മനാ ദൈവം സഹായിച്ച് നിനക്കത് കിട്ടിയിട്ടുണ്ട്. എന്റെ ആ മുക്കിത്തൂരിലെ നറുക്കെടുപ്പിൽ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയത് ഇമ്മാതിരി ജനങ്ങളെ ഒമ്പിക്കാന്ന്. സംശയമില്ല സാർ, പല വേഷത്തിൽ നടക്കുന്ന ഒരു അന്തർദേശീയ തസ്കരനാണ് ഈ നയ വഞ്ചകൻ. ഇതിപ്പോ ഡെയിലി നടക്കുന്നുണ്ടോ? എത്ര പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാവില്ല. ആരോട് പറയാൻ? ഇനി ഞാനൊരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളെയും ഞാൻ പറ്റിച്ചിട്ടില്ല. അയ്യോ, എന്ത് പാവം. ഒരാളെ മുതല് അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കളും തിന്നിട്ടില്ല. എനിക്ക് കണ്ടപ്പോഴേ തോന്നി. പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറ, അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. നറുക്കെടുത്തു. അത് മാത്രമേ ഞാൻ ചെയ്തിട്ട്. ഈ വയ്യാവേലി നീ എന്നെയാ വരുത്തി വെച്ച സഹിച്ചോ. എനിക്ക് വയ്യ, ഞാൻ പോണു. പോവാൻ വരട്ടെ. ഇത് നട്ടതാരാണെന്നൊന്ന് അറിഞ്ഞിട്ട് മതി മച്ചമ്പി നാട് വിടുന്നതൊക്കെ. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?